നന്ദമുരി ബാലകൃഷ്ണ മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ്. ബാലയ്യ എന്നാണ് അദ്ദേഹത്തെ മലയാളി സിനിമ ആരാധകരും സ്നേഹത്തോടെ വിളിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി തൊട്ടതെല്ലാം പൊന്നാക്കുകയാണ് ബാലയ്യ. തുടർച്ചയായി 4 100 കോടി സിനിമകളാണ് അദ്ദേഹം തന്റെ പേരിലാക്കിയത്. ഇപ്പോഴിതാ ബാലയ്യയുടെ അടുത്ത സിനിമയുടെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ബോയപതി ശ്രീനു സംവിധാനം ചെയ്ത് 2021 പുറത്തിറങ്ങിയ അഖണ്ഡ എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗത്തിലാണ് ഇപ്പോൾ ബാലയ്യ അഭിനയിക്കുന്നത്. വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയിൽ ഇരട്ട വേഷത്തിലാകും ബാലയ്യ എത്തുക. ചിത്രത്തിന്റെ OTT വിതരണാവകാശത്തിനായി നിർമ്മാതാക്കൾ 100 കോടി ആവശ്യപ്പെട്ടുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളാണ് സിനിമയുടെ വിതരണത്തിനായി നിർമ്മാതാക്കളെ സമീപിച്ചത്. മുൻപ് തിയേറ്ററിൽ മാത്രമാണ് ബാലയ്യ പടങ്ങൾ തരംഗം സൃഷ്ടിച്ചതെങ്കിൽ 2021 ശേഷം OTTയിൽ ബാലയ്യ സിനിമകൾ വൻ തരംഗമാണ് സൃഷ്ടിക്കുന്നത്. ആഹ എന്ന OTT പ്ലാറ്റ്ഫോമിലെ അൺസ്റ്റോപ്പബിൾ ബാലയ്യ എന്ന പരിപാടിയും ഇതിൽ വലിയ പങ്കുവഹിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ബാലയ്യയുടെ അവസാന ചിത്രം ഡാക്കു മഹാരാജ് നെറ്റ്ഫ്ലിക്സിൽ 200 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റുകൾ ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ട്. ഇതാണ് ഇത്ര വലിയ തുക ആവശ്യപ്പെടാൻ നിർമ്മാതാക്കളെ പ്രേരിപ്പിച്ചതെന്നാണ് OTT പ്ലാറ്റ്ഫോമുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം പ്രഗ്യാ ജയ്സ്വാൾ ആണ് അഖണ്ഡ 2-ൽ നായികയായി എത്തുന്നത്. ബോയപതി ശ്രീനുവും ബാലയ്യയും നേരത്തെ ഒന്നിച്ച സിംഹ, ലെജൻഡ്, അഖണ്ഡ എന്നീ ചിത്രങ്ങളെല്ലാം വൻ വിജയങ്ങൾ തന്നെയായിരുന്നു. ബാലയ്യ നായകനായി എത്തി അവസാനം പുറത്തിറങ്ങിയ ഡാക്കു മഹാരാജ് വലിയ വിജയമാണ് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയത്. ബോബി കൊല്ലി സംവിധാനം ചെയ്ത ചിത്രത്തിന് മികച്ച പ്രതികരണമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. ബോക്സ് ഓഫീസിലും മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിച്ചിരുന്നു. 156 കോടി രൂപയാണ് ചിത്രം വാരിക്കൂട്ടിയത്. തുടർച്ചയായി 100 കോടി ക്ലബിൽ ഇടം നേടുന്ന ബാലയ്യയുടെ 4ാമത്തെ ചിത്രമായിരുന്നു ഡാക്കു മഹാരാജ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.